ഹോർമുസിൽ ഇറാന്റെ ആക്രമണം നടന്നിരിക്കുകയാണ്. ഗൾഫിലും ആക്രമണം ശക്തമാണ്. അമേരിക്കയുടെ വിമാനം ഇപ്പോൾ തകർന്നു. ആകെ മൊത്തത്തിൽ യുദ്ധഭീതി വലിയ രീതിയിൽ തന്നെ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുകയാണ്. യുദ്ധം അതിരൂക്ഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധമാണ്. വെടിനിർത്തലിന് ശേഷം വീണ്ടും ഒരു ആക്രമണത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഗൾഫ് മേഖലയിലൊക്കെ വീണ്ടും ആക്രമണം നടത്തി എന്ന് പറയുമ്പോൾ അത് അമേരിക്കയെ ഒരുപാട് ഞെട്ടിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. ഇതിനിടയിൽ അമേരിക്കയുടെ വിമാനം തകർത്തത് വീണ്ടും അമേരിക്കയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അമേരിക്കയുടെ വിമാനങ്ങൾ തകർക്കുകയും കാണാതാവുകയും പടക്കപ്പലിന് പ്രഹരമേൽക്കുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനിടയിൽ ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ അമേരിക്കയുടെ വിമാനം തകർത്ത ഒരു വാർത്തയും, അതുപോലെ തന്നെ ഗൾഫ് മേഖലയിൽ UAE-യിലൊക്കെ ഈ വലിയ രീതിയിലുള്ള ആക്രമണവും ഈ ഇറാൻ തൊടുത്തുവിട്ടു എന്നുള്ള ഒരു വാർത്ത വരുമ്പോൾ ഹോർമുസ് വളരെ നിർണായകമാണ്. അവിടെ അതിശക്തമായിട്ടുള്ള ആക്രമണമാണ് നടക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രശ്നം ഇപ്പോൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഹോർമുസ് ഇടുക്കിന് സമീപം ഒമാൻ കടലിന് മുകളിൽ പറക്കുന്നതിനിടെ അമേരിക്കൻ വ്യോമസേനയുടെ F-35 ലൈറ്റനിങ് യുദ്ധവിമാനമാണ്, അതായത് ലൈറ്റനിങ് 2 എന്ന യുദ്ധവിമാനമാണ് അടിയന്തര സാഹചര്യം അറിയിച്ചതായിട്ട് ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ഒരു F-35 എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക എത്രത്തോളമായിരുന്നു ആ ഒരു യുദ്ധവിമാനത്തെ പുകഴ്ത്തിയിരുന്നത്. വാനോളം പുകഴ്ത്തി. എന്നിട്ട് അതുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാം കൊണ്ടും സജ്ജരാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അയൺ ഡോമൊക്കെ വന്നപ്പോൾ തന്നെ ആ ഒരു കാര്യം മനസ്സിലായതാണ്. അതിനെ തുളഞ്ഞു കയറുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ഡ്രോണുകളും അതുപോലെ തന്നെ അത്യാധുനിക മിസൈലുകളും ഇറാന്റെ പക്കലുണ്ട്. അത് വളരെ ചെലവ് കുറഞ്ഞതാണ്. അപ്പോൾ അത്തരം രീതിയിലുള്ള ഈ പറയുന്ന ആയുധങ്ങൾ ഈ യുദ്ധവിമാനങ്ങളെ തുളച്ചു കയറി അതിനെ നശിപ്പിക്കാൻ കഴിവുള്ള കാര്യങ്ങളാണ് ഇറാന്റെ പക്കലുള്ളത്. അതാണ് ഇപ്പോൾ അമേരിക്ക ഭയപ്പെടുത്തുന്നത്. എന്തായാലും F-35 വീണ്ടും ആ ഒരു യുദ്ധവിമാനത്തിന് ഒരു തകർച്ച സംഭവിച്ചിരിക്കുകയാണ്. അടിയന്തരമായിട്ടുള്ള സാഹചര്യം അറിയിച്ചതായിട്ട് ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ അമേരിക്ക ആകെ തളർന്നിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പരം ഒരു നാണക്കേട് ഇനി അവർക്കില്ല. കാരണം എല്ലാം കൊണ്ടും തകർന്നടിഞ്ഞ് തരിപ്പണമാകുന്ന അമേരിക്കയാണ് കാണാൻ സാധിക്കുന്നത്. അവരുടെ അത്യാധുനികമാണെന്ന് സ്വന്തമായിട്ട് വിശേഷിപ്പിച്ച ആയുധങ്ങൾ ഇറാന്റെ ആയുധങ്ങൾക്ക് മുന്നിൽ വില പോകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും വിമാനങ്ങളിൽ ഗുരുതരമായിട്ടുള്ള സാങ്കേതിക തകരാറുകളോ മറ്റ് അടിയന്തര സാഹചര്യങ്ങളോ ഉണ്ടാകുമ്പോൾ നൽകുന്ന 7700 എന്ന അന്താരാഷ്ട്ര കോഡ് ഈ ഒരു വിമാനം പുറപ്പെടുവിപ്പിച്ചതായിട്ടാണ് ഇറാനിലെ ഫാർസ് തസ്നീം വാർത്താ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, കഴിഞ്ഞ ഒരാഴ്ച പിന്നിട്ടിട്ടില്ല. നമുക്കറിയാം, ഈ ഒരാഴ്ച വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അമേരിക്കയുടെ അത്യാധുനികമായിട്ടുള്ള ഒരു യുദ്ധവിമാനം ആകാശത്തിൽ നിന്ന് കാണാതായി എന്നുള്ളത്. അപ്പോൾ വീണ്ടും അതേപോലെ തന്നെ അടുത്ത യുദ്ധവിമാനത്തിന് ഒമാനിലെ, അതായത് ഹോർമുസിന്റെ കടലിടുക്കിന് മുകളിൽ വെച്ചിട്ട് ഒരു കേടുപാടുകൾ സംഭവിച്ചു, അടിയന്തര ലാൻഡിംഗ് നടത്തി എന്നുള്ള വാർത്തകൾ വീണ്ടും അമേരിക്ക എത്രത്തോളമാണ് സൈനികമായിട്ട് അല്ലെങ്കിൽ അവരുടെ ആയുധശേഷിയിൽ നിലകൊള്ളുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാക്കാൻ സാധിക്കും. കാരണം അവർ ആകെ കുറെ ശോഷിച്ചു പോയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. എന്തായാലും യന്ത്ര തകരാറോ ആഗോള പ്രശ്നങ്ങളോ മറ്റ് ബാഹ്യമായിട്ടുള്ള ആഘാതങ്ങളോ ആകാം ഇത്തരം ഒരു സന്ദേശത്തിന് പിന്നിലെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. എന്നാൽ ഈ ഒരു സംഭവത്തെക്കുറിച്ച് US സൈന്യം ഇതുവരെ ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. എന്തായാലും പശ്ചിമേഷ്യയിൽ നിലവിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ വാർത്ത ഏറെ ഗൗരവത്തോടെയാണ് അന്താരാഷ്ട്ര സമൂഹം കാണുന്നത്. നേരത്തെ ഒരു യുദ്ധവിമാനം കാണാതാകുന്നു, ഇപ്പോൾ അടിയന്തരമായിട്ട് അവിടുത്തെ ഈ പറയുന്ന യുദ്ധവിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചു, അത് താഴേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആകാശത്തിന് മുകളിലും ഇറാന്റെ ഒരു കരുത്തി എന്ന് പറയുന്നത് ഒരു സൈബർ ലോകമുണ്ട്. ആ സൈബർ ലോകം വഴി അമേരിക്കയുടെ എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കാനും അത് അവിടെ വെച്ച് എന്തെങ്കിലും തരത്തില് അതിനെ പ്രശ്നമുണ്ടാക്കാനും കഴിവുള്ള തരത്തിലുള്ള സൈബർ കാര്യങ്ങളാണ് ഇറാന്റെ പക്കലുള്ളത്. അത് നമ്മൾ പലതവണ കണ്ടാണ്. കാരണം ചൈനയിൽ നിന്നൊരു ഉപഗ്രഹം കൊണ്ടുവരുന്നു, ആ ഉപഗ്രഹം കൈമാറിയതിനു ശേഷം അത് ആകാശ വിദൂരതയിൽ വെച്ചുകൊണ്ട് തന്നെ അമേരിക്കയുടെ സകല കാര്യങ്ങളെയും നീക്കങ്ങളെയും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അമേരിക്കയുടെ സൈനികർ എങ്ങോട്ട് പോകുന്നു, അവിടെ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഈ പറയുന്നത് പോലുള്ള സൈനികരെ വിന്യസിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഡ്രോണുകളൊക്കെ നടക്കാൻ സാധ്യതയുള്ളത് ഏത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ സൈനിക താവളങ്ങളും അവർ വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയാണ്, അത് എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത്തരം നീക്കങ്ങളും ഈ ഒരു ഉപഗ്രഹം വഴി ഇറാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറാൻ അത്തരത്തിലുള്ള ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ അതുമാത്രമല്ല, ഹോർമുസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. ഹോർമുസ്
ഹോർമുസിൽ യുദ്ധം നടക്കുന്നത് ലോകത്തിനകത്ത് അത്ര നല്ല കാര്യമല്ല. കാരണം ഹോർമുസ് എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഈ പറയുന്ന എണ്ണയുടെ ഒരു ജീവനാഡിയാണ്. നമ്മൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹോർമുസിലെ പ്രശ്നമാണ്. അല്ലാതെ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏതെങ്കിലും പ്രശ്നം കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കില്ലായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ബുദ്ധിമുട്ട് വന്നത്? ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണം ഇറാന്റെ കൈവന്നപ്പോൾ ഹോർമുസ് അടച്ചിട്ടു. ഹോർമുസിന്റെ അനുമതിയില്ലാതെ 2000-ഓളം കപ്പലുകൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അത്തരം കപ്പലുകളിൽ നിന്ന് വരുന്ന സാധന സാമഗ്രികളെ ആശ്രയിച്ച് വേണം പല രാജ്യങ്ങളിലെ ആളുകൾക്കും ജീവിക്കാൻ. ദൈനംദിന കാര്യങ്ങളൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പലതും ഈ കപ്പലിനുള്ളിലാണ്. കാരണം ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണെന്ന് നമുക്ക് ജീവനം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് നമുക്കറിയാം. പശ്ചിമേഷ്യ, അതായത് ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം അവർ 80% ഫുഡിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടെ സ്തംഭിച്ച് കിടക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ലോകം അനുഭവപ്പെടുന്നത്. എന്തായാലും ഈ ഫെബ്രുവരി 28 ആരംഭിച്ച യുദ്ധത്തെ തുടർന്ന് മേഖലയിൽ അസ്ഥിരത വർദ്ധിക്കുന്നതിനിടെ ഞായറാഴ്ച UAE 2 ഇറാനിയൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതോടെ പേർഷ്യൻ ഗൾഫിൽ വീണ്ടും സംഘർഷം കടുക്കുകയാണ്. ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഡ്രോണുകൾ വിജയകരമായിട്ട് തകർത്തതായിട്ട് UAE പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോഴും യുദ്ധഭീതിയിലാണ്. യുദ്ധം തുടങ്ങിയത് മുതൽ ഇതുവരെ 2265 ഡ്രോണുകളും 555 ബാലിസ്റ്റിക് മിസൈലുകളും 29 ക്രൂയിസ് മിസൈലുകളും ഇറാൻ UAEക്ക് നേരെ പ്രയോഗിച്ചതായിട്ടാണ് എമിറേറ്റ്സ് ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നത്. മേഖലയിലെ പലയിടങ്ങളിൽ ഇറാന്റെ അവരുടെ സഖ്യകക്ഷികളുടെയും പക്കലുള്ള വിപുലമായിട്ടുള്ള ഡ്രോൺ ശേഖരം ഇപ്പോൾ ഒരു പ്രധാന ആയുധമാക്കി മാറിയിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞു പോവാം. അതായത് UAEയിലേക്ക് ആക്രമണം നടത്തി, UAEയിലേക്ക് മാത്രം ആക്രമണം നടത്തിയ ഒരു കണക്കാണ് ഞാൻ മുകളിൽ പറഞ്ഞത്. അതായത് 2265 ഡ്രോണുകളും 551 ബാലിസ്റ്റിക് മിസൈലുകളും 29 ക്രൂയിസ് മിസൈലുകളും. ഈ ഒരു എണ്ണം ഒന്ന് നോക്കിക്കേ. അതായത് UAEയിലേക്ക് മാത്രം ഇറാൻ തൊടുത്തുവിട്ട ഡ്രോണുകളുടെയും ബാലിസ്റ്റിക് മിസൈലുകളുടെയും ക്രൂയിസ് മിസൈലുകളുടെയും എണ്ണം മാത്രമാണ്. ഇത് മാത്രമല്ല കേട്ടോ, അതായത് എയർബേസ് ഉള്ള പല സ്ഥലങ്ങളിലേക്കും വീണ്ടും ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹോർമുസ് വളരെ നിർണായകമാണ്. അതുപോലെ തന്നെയാണ് UAE മാത്രമല്ല, ഈ ഗൾഫ് മേഖലയിലടക്കം പല സ്ഥലങ്ങളിലായിട്ട് ഈ പറയുന്ന ആക്രമണം നടത്തിയിട്ടുള്ള, അതായത് ഇറാന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന ഈ അത്യാധുനികമായിട്ടുള്ള മിസൈലുകളുടെയും ഈ ഡ്രോണുകളുടെയും ശേഖരം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വളരെ വ്യക്തമാക്കാവുന്നതാണ്. അത്രയേറെ പ്രഹരമാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും UAEയിലേക്ക് ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് അമേരിക്കയാണ്. കാരണം ഗൾഫ് മേഖല ഗൾഫ് മേഖല ആകെ പ്രതിസന്ധിയിലാകുമ്പോൾ അമേരിക്ക അവിടെ സമ്മർദ്ദത്തിലാകുകയാണ്. അമേരിക്കയെ സഹായിച്ചതിന്റെ പേരിലാണ് ഇന്ന് ആ രാജ്യങ്ങൾ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്ക വരുത്തി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണെന്നാണ് അവർ പലതവണ പറഞ്ഞത്. എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ വലിയ പ്രശ്നമാണ്. യുദ്ധം രൂക്ഷമാകുകയാണ്. പോരാട്ടങ്ങളിൽ ഇറാന്റെയും അവരുടെ സഖ്യകക്ഷികളുടെയും പക്കലുള്ള വിപുലമായിട്ടുള്ള ഈ ഒരു ഡ്രോൺ ശേഖരം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള പ്രാധാന്യം ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ന് അമേരിക്ക തളർന്നിരിക്കുകയാണ്, അമേരിക്ക മുട്ടുമടക്കിയിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ പല വാർത്താ ചാനലുകളും പറയുന്ന ഒരു കാര്യമുണ്ട്, അമേരിക്ക അത് ചെയ്തു, അമേരിക്ക ഇത് ചെയ്തു, അമേരിക്ക അവരുടെ നേതാക്കളെ കൊന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, അമേരിക്കയ്ക്ക് ഏറ്റ നഷ്ടം എന്ന് പറയുന്നത് ഇറാനെക്കാട്ടി കൂടുതലാണ്. ഇറാന് നഷ്ടം സംഭവിച്ചിട്ടില്ല എന്നല്ല, മാത്രമല്ല എന്തുകൊണ്ടാണ് അമേരിക്ക മുൻനിർത്തി ഈ വെടിനിർത്തൽ പറഞ്ഞ് വീണ്ടും ഈ ആശകൾ നീട്ടിക്കൊണ്ടിരുന്നത്? അമേരിക്കയുടെ കയ്യിൽ ആയുധങ്ങൾ കുറയുന്നു, സൈനികരില്ലാതാകുന്നു, സാമ്പത്തികമായിട്ട് നഷ്ടമുണ്ടാകുന്നു. ഈ 3 കാര്യവും ഏറ്റവും വലിയ രീതിയിൽ അമേരിക്കയെ ബാധിച്ചിട്ടുണ്ട് ഈ ഒരു യുദ്ധത്തിൽ. ഇറാനെ ബാധിച്ചിട്ടില്ലെന്നല്ല, പക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് അതൊരു ചെറിയ ഒരു കാര്യം പോലെയാണ് അത് ഇറാൻ കണക്കാക്കുന്നത് എങ്കിൽ അമേരിക്കയ്ക്ക് അങ്ങനല്ല. അമേരിക്കയ്ക്ക് ബാധിക്കുന്നത് മാത്രമാകാതെ അത് ഈ പറയുന്ന ഗൾഫ് മേഖലയിലും കൂടി വ്യാപിച്ചത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിന് ഉടലെടുത്തിരിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ഉണ്ട്, ഒരു സുപ്രധാന നീക്കവും കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് യുദ്ധം അതികഠിനമായിട്ട് പോവുകയാണെങ്കിൽ അവിടേക്ക് മുജ്തബ ഖമേനി വരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഞാൻ അനുമതി തന്നിരിക്കുന്നു, ആക്രമണം നടത്തിക്കോളൂ എന്നതാണ്. ഇനി അവിടുത്തെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ഇനി പിന്നോട്ടില്ല എന്നുള്ളത്. എന്തായാലും അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഒരു നയതന്ത്ര ചർച്ചകൾ ഒരിക്കലും കീഴടങ്ങില്ല എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറയുകയാണ്. ഇറാനിലെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ദേശീയ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുമുള്ള മാർഗമാണ് ചർച്ചകളെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുദ്ധക്കെടുതിയിൽ തകർന്ന പ്രദേശങ്ങളുടെ
പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു. എന്തായാലും ഇറാൻ ജനതയുടെ അവകാശങ്ങൾ നേടിയെടുക്കുക, നമ്മുടെ ദേശീയ താല്പര്യങ്ങൾ അധികാരമായിട്ട് സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് കീഴടങ്ങുക എന്നതല്ല എന്നാണ് വീണ്ടും വീണ്ടും ഇറാൻ പറയുന്നത്. മാത്രമല്ല നിലപാടുകളോടെയാണ്, കടുത്ത നിലപാടുകളോടെ മുന്നോട്ട് പോകുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ നയതന്ത്ര നീക്കങ്ങൾ തുടരുമെന്നുള്ള സൂചനയാണ് ഈ പ്രസിഡന്റ് നൽകുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അവിടുത്തെ സൈനികരെ നേരിട്ട് കണ്ട് ചർച്ച നടത്താൻ മുജ്തബ കമീനി രംഗത്തെത്തുന്നു എന്നുള്ള വാർത്ത കൂടി വരികയാണ്. അത് അമേരിക്ക വല്ലാതെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം മുജ്തബ കമീനി എവിടെ പോയി ഒളിച്ചിരിക്കുകയാണ്, പരിക്ക് പറ്റി തളർന്നുപോയി, അദ്ദേഹത്തിന് അനങ്ങാൻ കഴിയില്ല എന്ന് പലരും പറയുമ്പോഴും ഈ യുദ്ധത്തിന്റെ എല്ലാ നിയന്ത്രണങ്ങൾ വരുന്നത് IRGCയോട് ദൂതന്മാർ വഴി ഇന്ന പ്ലാനുകൾ ചെയ്യാൻ, അതായത് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാതെ ആക്രമണം നടത്തിക്കോളൂ എന്ന് പറയുന്നത് ഈ മുജ്തബ കമീനിയാണ്. എന്തായാലും മുജ്തബ കമീനി അവിടുത്തെ സൈനികരുമായിട്ട് സംസാരിക്കാൻ, അവർക്കൊപ്പം ഇരിക്കാൻ രംഗത്തെത്തുകയാണ്. അമേരിക്ക ആക്രമിച്ചാൽ ശക്തമായിട്ട് തിരിച്ചടിക്കാൻ ഇറാൻ സേനയ്ക്ക് അനുമതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ മുജ്തബ കമീനി. അങ്ങനെ ആകെ മൊത്തത്തിൽ ഈ ഒരു യുദ്ധം അതിഭയാനകമായിട്ട് പോവുകയാണ്. ഇറാൻ സൈനിക കമാൻഡർ അലി അബ്ദുല്ലാഹയുടെ നേതൃത്വത്തിൽ മുജ്തബ കമീനിയുമായിട്ടാണ് ചർച്ച നടത്തിയിരുന്നത്. എന്തായാലും ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി ആയിട്ടുള്ള IRIB ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും മുജ്തബ കമീനി രംഗത്തെത്തുന്നതോടെ വീണ്ടും വലിയ രീതിയിലുള്ള ഒരു പ്ലാനിങ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നുണ്ട്. ആ ഒരു പ്ലാനിങ്ങിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് അമേരിക്ക.